ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ നിന്നും ഒരു സ്വാഡെല്ലാം മോഷ്ടിക്കാൻ നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ജാമായതുകൊണ്ട് നായകൻ അതിനുള്ളിൽ തന്നെ പെടുന്നു. അവൻ രക്ഷപ്പെടാൻ വേണ്ടി വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതും ഉടൻ തന്നെ ഹാക്കറായിട്ടുള്ള ജോബിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തു കടക്കാനുള്ള റൂട്ടെല്ലാം റെഡിയാക്കി തരാൻ വേണ്ടി പറയുന്നു. ഇവരുടെ ഈ സംസാരത്തിനിടയിൽ വെച്ച് നായകന്റെ ഫോണിലേക്ക് കാരിയുടെ കോളെല്ലാം വരുന്നു. കാരി അവനോട് വളരെയധികം ഇമോഷണൽ ആയിട്ടെല്ലാം സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നായകൻ താനിപ്പോൾ ഒരു ഹേസ്റ്റിലാണ് എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു. കാര്യമെല്ലാം അറിഞ്ഞതും അവൾ നീ ഒരിക്കലും നന്നാവില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവന്റെ കോളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. ജോബ് ഒരുവിധം നായകനെ ആ മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് കടത്തുന്നു. എന്നാൽ ആ സമയം അവിടേക്ക് ചുറ്റും പോലീസുകാരെല്ലാം വരുന്നത് കണ്ട് നായകന് താൻ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. എന്നാൽ ആ സമയം അവനൊട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കാരി കാറുമായി വന്നുകൊണ്ട് നായകനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ലൂക്കാസിനെയാണ് കാണിക്കുന്നത്. ആ സമയം സ്റ്റേഷന്റെ പുറത്ത് ലൂക്കാസിനെ വെയിറ്റ് ചെയ്തിരുന്ന ലൂക്കാസ് ഷൂട്ട് ചെയ്തു കൊന്ന ആ വ്യക്തിയുടെ ഭാര്യ അവനോട് ആ മരിച്ച വ്യക്തിയുടെ ചേട്ടന്മാരെല്ലാം കൂടി നിന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല എന്നുമെല്ലാം അവന് വാണിംഗ് എല്ലാം കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ നായകന് തീരെ പേടിയില്ലാത്തത് കൊണ്ട് അവൻ ഇതൊന്നും കാര്യമാക്കി എടുക്കാതെ നേരെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ആ സമയം സിയോബിൻ അവനെ മീറ്റ് ചെയ്യാനായി മരിച്ചുപോയ ആ കുട്ടിയുടെ അച്ഛൻ ക്യാബിനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. അയാൾ നായകനോട് കേസിന്റെ സ്റ്റാറ്റസ് എന്തായി എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. കേസ് എവിടെയും എത്താത്തത് കണ്ട് അയാൾ ഇത് പ്രോക്ടറിന്റെ ഡ്രഗാണ് എന്നറിഞ്ഞിട്ട് കൂടി ഒരു ആക്ഷൻ പോലും എടുക്കാതെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് വളരെയധികം ഇമോഷണൽ എല്ലാം ആവുന്നു. ഇത് കണ്ടതും നമ്മുടെ നായകന്റെ മനസ്സും ചെറുതായിട്ടൊന്ന് അലിയുന്നു. അവൻ ഉടൻ തന്നെ ദേവയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അന്ന് അവിടെ പാർട്ടിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ആൾക്കാരുടെ മുഖം ഇവിടുത്തെ ക്രിമിനൽ റെക്കോർഡ്സിലുണ്ടോ എന്ന കാര്യമെല്ലാം നോക്കുന്നു. ദേവ അതിൽ നിന്നും പ്രോക്ടറുടെ മാനേജറുടെ അസിസ്റ്റന്റ് ഫോട്ടോ എല്ലാം നായകന് കാണിച്ചു കൊടുക്കുന്നു. അയാളുടെ ഫോട്ടോ കണ്ടതും കോൾ ഇവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായകനെയും കൂട്ടിക്കൊണ്ട് അവൻ താമസിക്കുന്ന കോളനിയിലേക്ക് പോകുന്നു. എന്നാൽ ഇവരെ കണ്ടതും അവൻ അവിടെ നിന്നും ഇറങ്ങിയോടാൻ വേണ്ടിയെല്ലാം നോക്കുന്നു. എന്നാൽ കുറച്ചു നേരത്തെ ചേസിനൊടുവിൽ നായകനും കോളും കൂടി അവനെ പിടിച്ച ശേഷം അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവർ അവനോട് പ്രോക്ടറിന്റെ മാനേജറായിട്ടുള്ള ജെയ്മി ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ടതും അവൻ ഫ്രിഡ്ജിൽ നിന്നും മരവിച്ച ജെയ്മിയുടെ ഒരു കൈയെല്ലാം എടുത്ത് നായകന് കൊടുക്കുന്നു. ഇത് കണ്ടതും കോൾ ജെയ്മിയെ നീ എന്തിനാണ് കൊന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൻ താനല്ല ജെയ്മിയെ കൊന്നതെന്നും പ്രോക്ടറും അയാളുടെ അസിസ്റ്റന്റും കൂടിയാണ് ജെയ്മിയെ കൊന്ന ശേഷം ആ ബോഡി പട്ടികൾക്കെല്ലാം തിന്നാനായി ഇട്ട് കൊടുത്തതെന്ന് വീഡിയോ സഹിതം നായകന് കാണിച്ചു കൊടുക്കുന്നു. അവർ അവനോട് നീ ഞങ്ങളുടെ പ്രൈം സസ്പെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്നും ആ എവിഡൻസ് ഉള്ള ഫോണെല്ലാം മേടിച്ചുകൊണ്ട് നേരെ വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വക്കീലാണെങ്കിൽ ഇനിയൊട്ടും ലേറ്റ് ആക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായകനോട് എത്രയും പെട്ടെന്ന് പ്രോക്ടറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് വീട്ടിൽ മാർഷൽ ആർട്സ് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോക്ടറിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയും കോളിനെയുമാണ് കാണിക്കുന്നത്. അറസ്റ്റിനെ പറ്റി കേട്ടതും അയാളുടെ ബോഡി ഗാർഡായിട്ടുള്ള ക്ലേ ഇതിനെ എതിർത്തുകൊണ്ട് വരുന്നുണ്ടെങ്കിലും പ്രോക്ടർ അവനോട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് സ്വമേധയായി അവരുടെ കൂടെ ജീപ്പിൽ കയറി പോരുന്നു. എന്നാൽ അവർ പോകുന്ന വഴിയിൽ നായകൻ പ്രോക്ടറെ രക്ഷിക്കാൻ വേണ്ടി കൊന്ന ആ വ്യക്തിയുടെ ചേട്ടന്മാർ ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നായകനെയും പ്രോക്ടറെയും എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നു. അവർ തങ്ങളുടെ അനിയനെ കൊന്നതിന് പകരമായി അവരെ രണ്ടുപേരെയും ടോർച്ചർ ചെയ്ത് കൊല്ലണമെന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് അവരെ മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം കോൾ അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു ഗണ്ണുമായി വന്നുകൊണ്ട് അവരെയെല്ലാം ഷൂട്ട് ചെയ്ത് ഓടിക്കുന്നു. അവരുടെ കയ്യിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ശേഷം നായകൻ പ്രോക്ടറിനെ അവരുടെ സ്റ്റേഷനിലെ ജയിലിലെല്ലാം കൊണ്ടടയ്ക്കുന്നു. അവിടെ കച്ചത് രാത്രിയിൽ ബെയ്റ്റ്സിന്റെ ബാറിൽ നിന്നും ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഈ സമയം ബെയ്റ്റ്സ് അടുത്ത ഹേസ്റ്റ് കഴിഞ്ഞ തവണത്തെ പോലെ പാളാൻ പാടില്ലെന്നും നല്ല പോലെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഹേസ്റ്റ് നടത്താവൂ എന്ന് നായകനോട് പറയുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഹേസ്റ്റിൽ ബെയ്റ്റ്സും ഉണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നായകൻ തിരിച്ച് ഔട്ട് ഹൗസിലേക്ക് പോകുന്ന സമയം അവിടെ താൻ കൊന്ന വ്യക്തിയുടെ ഭാര്യ ഇരിക്കുന്നത് കണ്ട് അവൻ അവളോട് വിശേഷമെല്ലാം തിരക്കുന്നു. ആ ലേഡിയുടെ പേരാണ് സിസി. സിസി നായകനോട് ഇന്ന് നടന്ന അറ്റാക്കിനെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി വളരെ നല്ല കമ്പനിയെല്ലാം ആവുന്നു.
നായകൻ സിസിയെയും കൂട്ടിക്കൊണ്ട് അവന്റെ റൂമിൽ പോയ ശേഷം അവളുമൊത്ത് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു. അവിടെ കജീദ് പ്രോക്ടറിനെ കോടതിയിൽ ഹാജരാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ജഡ്ജി പ്രോക്ടർക്കെതിരെ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ജാമ്യമെല്ലാം അനുവദിച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ സമയം ലോയർ തന്റെ കയ്യിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഐ വിറ്റ്നസ് ഉണ്ടെന്നും അയാളെ അടുത്ത ഹിയറിംഗിൽ ഹാജരാക്കാനുള്ള അനുവാദമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ടതും അയാൾ തന്റെ ബോഡി ഗാർഡായിട്ടുള്ള ക്ലേയോട് ആ ഐ വിറ്റ്നസിനെ പറ്റിയുള്ള കാര്യമെല്ലാം തിരക്കാൻ വേണ്ടി പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് അവരുടെ ഒരേ ഒരു ഐ വിറ്റ്നസിന് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്തോണ്ടിരിക്കുന്ന നായകന്റെ സീനിയർ ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ഈ സമയം അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പുറത്തു നിന്നും എന്തോ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇതിൽ എന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കിയ സീനിയർ ഓഫീസർ അവനോട് ആ ബെഡിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കാൻ വേണ്ടി പറയുന്നു. അയാൾ ഡോറിന്റെ പുറത്ത് ആരാണ് എന്നറിയാൻ വേണ്ടി ആ ഡോറിന്റെ വശത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് ആരോ ആ മുറിയുടെ ചുമരുകളെല്ലാം ബോംബ് വെച്ച് തകർക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.